എസ് കപ്പലിന് നേരെ 72 മണിക്കൂറിനിടെ 4ാം ആക്രമണവുമായി ഹൂതികൾ. ചെങ്കടലിൽ വ്യാപകമായി US കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്നു. USS ഹാരി ട്രൂമാൻ എയർക്രാഫ്റ്റ് കാരിയറിന് നേരെയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നിരവധി മിസൈലുകളും ഡ്രോണുകളും പങ്കെടുത്തുവെന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യാ സാരി പറഞ്ഞു. യമനിൽ US നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണം ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുവെന്നും സാരി പറഞ്ഞു. USന്റെ ആക്രമണം പലസ്തീൻ ജനതയ്ക്കുമേലുള്ള യമന്റെ പിന്തുണയെ തടയില്ല. ഗാസയിലെ ആക്രമണങ്ങളും ഉപരോധവും അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലിനെതിരായി ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്നും ഹൂതികൾ വ്യക്തമാക്കി. ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പിന്നാലെ ഹൂതികൾ അവർക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ജനുവരിക്ക് ശേഷമാണ് ഹൂതികളുടെ ഇസ്രയേലിനെതിരായ ആദ്യ ആക്രമണമായിരുന്നു ഇത്. ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായ വിവരം ഇസ്രയേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ മിസൈൽ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്നും ഇസ്രയേലും കൂട്ടിച്ചേർത്തിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ഗാസയിൽ 100ലേറെ യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത സമാനതകളില്ലാത്ത കൂട്ടക്കുരുതിയിൽ കുരുന്നുകളും സ്ത്രീകളും അടക്കം നിരവധി പേർ മരിച്ചിരുന്നു. 660ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ കുത്തനെ ഉയരുമെന്നാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നതിനാൽ ആശുപത്രികളിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ഇസ്രയേലിന്റെ ആക്രമണം എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ്. ഒരു ഘട്ടത്തിൽ $70 താഴെ പോയ ക്രൂഡ് വില ആക്രമണ വാർത്തയ്ക്ക് പിന്നാലെ 1% ഉയർന്നു. $60 എണ്ണവില താഴ്ന്നേക്കുമെന്ന മുന്നറിയിപ്പിനിടെയാണ് പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കനത്താൽ ചെങ്കടലിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരത്തിന് ഇത് വിഘാതമുണ്ടാക്കും. ഇത് ചരക്കു നീക്കത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം US വ്യോമസേന യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ സ്ഥിരമായി ആക്രമണം നടത്തുന്ന ഹൂതി തീവ്രവാദികളെ പാഠം പഠിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ചെങ്കടലിലെ പോരാട്ടം തുടർന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇത് തിരിച്ചടിയാകും. മുൻപ് പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടങ്ങിയിരുന്ന സമയങ്ങളിൽ എണ്ണവില വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 1% താഴെ മാത്രമാണ് എണ്ണവില ഉയർന്നത്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന മാന്ദ്യവും ഇറാൻ ഹിസ്ബുള്ള ഹമാസ് നിരക്ഷയുടെ ശക്തി ക്ഷയിച്ചതും വലിയ പോരാട്ടത്തിലേക്ക് സംഘർഷം മാറില്ലെന്ന വിപണിയുടെ നിരീക്ഷണങ്ങളുമാണ് എണ്ണവിലയിലും പ്രതിഫലിച്ചത്. 2 വർഷത്തോളം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഖത്തർ, സൗദി, US എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ജനുവരിയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായത്. കരാർ അനുസരിച്ച് പലസ്തീൻ രാഷ്ട്രീയ തടവുകാരെ ഇസ്രയേൽ വിട്ടയച്ചു. ഇതിനു പകരമായി ബന്ദികളാക്കിയവരിൽ ഭൂരിഭാഗം പേരും ഹമാസ് മോചിപ്പിച്ചു. ഇനിയും 58ഓളം ബന്ദികൾ ഹമാസിന്റെ പക്കലുണ്ടെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. ബന്ദികളെ വിട്ടയക്കാനുള്ള അന്ത്യശാസനം ഹമാസ് തള്ളിയതോടെയാണ് വ്യോമാക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. എന്നാൽ സ്വന്തം ജനങ്ങളെ കുരുതിക്കു കൊടുക്കുന്ന നടപടിയാണ് നെതന്യാഹു സ്വീകരിച്ചതെന്നും ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നും ഹമാസ് വക്താവ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി രംഗത്തെത്തുകയും ചെയ്തു. ഗാസ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേർക്ക് ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഹൂതികളെ ആക്രമിച്ചിരിക്കുന്നത്. ഹൂതികൾക്ക് നൽകുന്ന പിന്തുണ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ആവശ്യപ്പെട്ടു. ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.